വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ ആനിമയുടെ ഈസ്റ്റ് ബ്ലൂ സാഗയിലെ 4ാമത്തെ ആർക്ക്, ദ ബറാത്തി ആർക്ക്. വൺ പീസ് ആനിമെ എപ്പിസോഡുകൾ 19 മുതൽ 30 വരെയാണ് ഈ ഒരു ആർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാങ്ക ചാപ്റ്റേഴ്സ് 42 മുതൽ 68 വരെ. കഥയുടെ മെയിൻ സെറ്റിംഗ് നടക്കുന്നത് ബറാത്തി എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ്. ബറാത്തി ആർക്കിന്റെ പുതുതായി വരുന്ന കനോൺ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ആൾ ഡോൺ ക്രീക്ക്. ഈസ്റ്റ് ബ്ലൂ സീസിലെ ഏറ്റവും ഫിയർഫുൾ എന്ന് കരുതപ്പെടുന്ന ഒരു പൈററ്റ് ആണ് ഡോൺ ക്രീക്ക്. രണ്ടാമത്തെ ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ തന്നെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കുന്ന ഗിന്നാണ്. മൂന്നാമത്തെ ക്യാരക്ടർ സാഞ്ചി, ബറാത്തി റെസ്റ്റോറൻറ്റിലെ ഒരു ഐക്കോണിക് കുക്കും മാസ്റ്റർ ഓഫ് ബ്ലാക്ക് ലെഗ് മാർഷൽ ആർട്സിന്റെ ഒരു ഉടമയാണ് സാഞ്ചി. ആൻഡ് ഫൈനലി ഒരു ചെറിയ പ്രസൻസ് കൂടെ ആ ഒരു എൻറ്റയർ ആർക്കിന്റെ വിധി തന്നെ മാറ്റി എഴുതുന്ന ഒരു ക്യാരക്ടറും കൂടിയുണ്ട്, ഡ്രാക്കുലെ മീഹോക്ക്, ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന 7 വാർലോഡ്സിൽ ഒരാളായ മീഹോക്ക്. സോ കൂടുതലൊന്നും പറയുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ചെറിയ രീതിയിൽ കഴിഞ്ഞ ആർക്കിൽ നിന്നൊരു സമ്മറി പറയുകയാണെങ്കിൽ, നമ്മുടെ സിറപ്പ് വില്ലേജിൽ നിന്ന് സെയിൽ ചെയ്യുന്ന നമ്മുടെ സ്ട്രോ ഹെഡ് പൈററ്റ്സ് ഉണ്ടല്ലോ, ലൂഫി, സോറോ, നാമി ആൻഡ് ഉസോപ്പ്, അവരവരുടെ പുതിയ ഷിപ്പായിട്ടുള്ള ഗോയിങ് മെറിയിൽ പുതുതായിട്ടൊരു ക്രൂമേറ്റ് ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഒരു കുക്കിനെ വേണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്വേഷിച്ച് വന്നെത്തുന്ന സ്ഥലമാണ് ഈ ബറാത്തി റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് കടലിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. പൈററ്റ്സും സെയിലേഴ്സും ഒക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. സോ നമ്മുടെ ലൂഫിയും ക്രോയും കൂടെ ബറാത്തിയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സോറോയുടെ പാസ്റ്റ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും അദ്ദേഹം ഷിമോട്സുക്കി വില്ലേജിൽ ബെസ്റ്റ് സ്പോർട്സ്മാൻ ആകുവാൻ വേണ്ടി ഒരു ഡോജോയിൽ ട്രെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കുട്ടിക്കാലം. അദ്ദേഹം ചേരുന്ന ഡോജോയിലെ ഡോജോ മാസ്റ്ററിന്റെ മകളാണ് കുയിന. കുയിനയാണ് സോറോയുടെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ റൈവല്. സോ സോറോ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകും, നിന്നേക്കാളും മികച്ച ഒരു സ്പോർട്സ്മാൻ ആകുമെന്ന്. കുയിന ഒരു പെൺകുട്ടിയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് ആ ഒരു വാക്ക് കൊടുത്തതിന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ കുയിന മരിച്ചു പോകുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ്മാൻ ആകുമെന്നുള്ള ആ ഒരു സോറോയുടെ വാക്കിന് ഇപ്പോൾ കുയിനയുടെ ജീവന്റെ വിലയുണ്ട്. സോ എന്തുകൊണ്ടും സോറോ ഏറ്റവും നല്ല സ്പോർട്സ്മാൻ ആകുമെന്ന് ഉറപ്പിക്കാം. സോ ഈ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിൽ നിന്ന് നേരിട്ട് കഥയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പോൾ ബറാത്തിയിൽ എത്തിച്ചേരുന്നു. ബറാത്തി എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആകട്ടെ ഇപ്പോൾ ഓൺ ചെയ്യുന്നത് ഓൾഡ് ഷെഫ് സെഫ് എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹമാണെങ്കിൽ പണ്ടത്തെ ഒരു ഫോർമർ പൈററ്റ് ആയിരുന്നു. അന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് റെഡ് ലെഗ് സെഫ് എന്നാണ്. സോ നമ്മുടെ ലൂഫിയും ക്രൂവും അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് നാശനഷ്ടമൊക്കെ ബറാത്തി റെസ്റ്റോറൻറ്റിൽ സംഭവിക്കുന്നുണ്ട്. സോ അതിന് ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ കുറച്ച് ജോലിയൊക്കെ നമ്മുടെ ലൂഫിനെ കൊണ്ട് സെഫ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് അടുത്ത ഒരാളെ കാണുന്നത്, സാഞ്ചി. സാഞ്ചി എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലെ കുക്കാണ്. എടുത്തു പറയത്തക്ക വിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനൊരു ഫ്ലേർട്ടാണ്, ഒരു അഡാർ കോഴിയാണ്. അതേപോലെ തന്നെ ഇവന് ലെഗ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുമുണ്ട്. പിന്നെ അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള ഓൾ ബ്ലൂ. ഈ ഓൾ ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കടലിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ എല്ലാ തരം മീനുകളെയും കിട്ടും. ഒരു കുക്കിന് ഡ്രീം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനയിലുള്ള ഒരു ഡ്രീമാണ് ഈ ഓൾ ബ്ലൂ. ഈ ഒരു ടൈമിലേക്ക് അവിടെ എത്തുന്ന ഒരു പൈററ്റാണ് ഗിൻ. ഈ ഗിന്നാവട്ടെ തളർന്ന അവശനായിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് പൈസയൊന്നുമില്ല. ഇവനെ കണ്ട മാത്രയിൽ ബാക്കി എല്ലാവരും ഇവനെ അടിക്കാൻ പോയപ്പോൾ നമ്മുടെ സാഞ്ചി മാത്രം ഇവന് ഫുഡ് കൊടുത്തു. സോ അപ്പോൾ തന്നെ ഗിന്നിന് സാഞ്ചിയോട് ഒരു പ്രത്യേക അനുകമ്പ തോന്നി. എന്നിട്ട് സാഞ്ചിയോട് പറയുന്നുണ്ട്, എൻ്റെ മാസ്റ്റർ ഇതറിഞ്ഞാൽ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് പോലും ഉണ്ടായിരിക്കില്ലെന്ന്. അവിടെ വെച്ചാണ് അവൻ്റെ മാസ്റ്ററിൻ്റെ പേര് പറയുന്നത്, ഡോൺ ക്രീഗ്. ഈ ഡോൺ ക്രീഗ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബ്ലൂവിലെ ഏറ്റവും ഫിയർഫുൾ ആയിട്ടുള്ള ഒരു പൈററ്റ് ആണ്. അങ്ങനെ ഗിൻ അവിടുന്ന് നമ്മുടെ പൈററ്റിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഡോൺ ക്രീഗിനെ കൂട്ടിക്കൊണ്ട് ബറാത്തി റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. നമ്മുടെ ഡോൺ ക്രീഗും ഈ ഒരു ടൈമിൽ അവശനായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ സാഞ്ചി ഇവന് കൊണ്ട് ഫുഡ് കൊടുക്കുകയാണ്. ബാക്കി എല്ലാവരും എതിർത്തു, ഇവന് കൊടുക്കണ്ട, ഇവൻ ചതിക്കും എന്ന് പറഞ്ഞിട്ടും സാഞ്ചി ഇവന് ഫുഡ് കൊടുക്കുന്നു. ഫുഡ് കിട്ടിയ മാത്രയിൽ തന്നെ നമ്മുടെ ഡോൺ ക്രീഗ് തനി സ്വരൂപം പുറത്തെടുത്തു. ബാക്കി എല്ലാവരെയും അടിച്ചൊതുക്കിയിട്ട് ഈ ഒരു കപ്പൽ ബറാത്തി റെസ്റ്റോറൻറ്റ് എനിക്ക് വേണമെന്നുള്ള ഒരു രീതിയിൽ ആക്കിയെടുത്തു. അപ്പോഴേക്കാണ് അവിടെ ആ ഓണറായിട്ടുള്ള സെഫ് വരുന്നത്. ഈ ഒരു ടൈമിലാണ് സെഫ് സാധാരണ ഒരു ഷെഫ് അല്ലെങ്കിൽ ഒരു കുക്കല്ല, മറിച്ച് ഇദ്ദേഹം റെഡ് ലെഗ്ഡ് സെഫാണ്, ഒരു ഫോർമർ പൈററ്റ്. അവിടുന്ന് സെഫിന്റെ പാസ്റ്റിലേക്കാണ് പോകുന്നത്. സെഫ് ഒരു ഫേമസ് പൈററ്റ് ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഡെഡ്ലി കിക്സിനെ എല്ലാവരും ഭയപ്പെട്ടിരുന്നുവെന്നും അങ്ങനെയിരിക്കെ അദ്ദേഹം ആക്രമിച്ച ഒരു ഷിപ്പിലെ ഒരാളായിരുന്നു നമ്മുടെ സാഞ്ചി. എന്നിരുന്നാലും ആ ഒരു ബാറ്റിലിനൊടുവിൽ സെഫും സാഞ്ചിയും മാത്രമേ അതിജീവിക്കുന്നുള്ളൂ. ആ ഒരു ഐലൻഡിൽ സെഫിന്റെ ഫുഡും കൂടെ സാഞ്ചിക്ക് നമ്മുടെ സെഫ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് സെഫ് നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നിന്നാണ് സാഞ്ചിക്ക് ആ ഒരു മോട്ടോ കിട്ടുന്നത്, നെവർ ലെറ്റ് എനിവൺ സ്റ്റാർവ് നോ മാറ്റർ ഹൂ ദേ ആർ. സെഫിൽ നിന്ന് സാഞ്ചി ഈ ഒരു മോട്ടോയും എടുക്കുന്നുണ്ട്.
സോ ഈ ഒരു ടൈമിലാവട്ടെ നമ്മുടെ ക്രീഗിന്റെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ ഫുഡ് കഴിച്ചിട്ട് ബറാത്തി റെസ്റ്റോറൻറ്റ് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അവിടേക്ക് അപ്പോഴേക്ക് ഒരു ചെറിയ കപ്പൽ വരുന്നു. ആ ഒരു കപ്പലിൽ ആരാന്ന് നോക്കിയപ്പോൾ ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ഡ്രാക്കുലെ മീഹോക്ക്. ഡോൺ ക്രീഗിന്റെ എൻറ്റയർ ആയിട്ടുള്ള അർമാഡ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഘം ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരെയും തോൽപ്പിച്ച് അതൊരു സിംഗിൾ ഹാൻഡിലി തോൽപ്പിച്ച ഒരു 1.5 മുതലാണ് മീഹോക്ക്. അതായത് ഇതുവരെ വൺ പീസ് ആർക്കുകളിൽ ഇറങ്ങിയിട്ടുള്ളതിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ആണെന്ന് നിസ്സംശയം പറയാം. നമ്മുടെ മീഹോക്ക് വന്ന പാടെ തന്നെ ക്രീഗിന്റെ ആ ഒരു ഷിപ്പ് അങ്ങ് തകർത്തു. അപ്പോഴേക്ക് സോറോയ്ക്ക് ഇയാളെ തിരിച്ചറിയാൻ പറ്റി. സോറോയുടെ ഏറ്റവും വലിയ ഡ്രീം ഇദ്ദേഹത്തിന്റെ പൊസിഷനാണല്ലോ. സോറോ എന്നിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ സോറോനെ കണ്ട മാത്രയിൽ ഇവന്റെ ഒരു ഡിറ്റർമിനേഷനും എല്ലാം കണ്ടിട്ട് മീഹോക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. മീഹോക്ക് ആവട്ടെ ഒരു കുഞ്ഞ് കൊന്തയുടെ വലിപ്പമുള്ള ഒരു കുരിശിന്റെ രീതിയിലുള്ള ഒരു വാളെടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ സോറോനെ പുച്ഛിക്കുകയാണ്, എനിക്ക് ഇത്രയൊക്കെ നീ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും അവരൊരു ഡെഡ്ലി ഡ്യൂവൽ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഹോക്കിന്റെ 3-1 പോലും നമ്മുടെ സോറോ എടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ സോറോയുടെ ആ ഒരു മൂവും ആ ഒരു വൈരാഗ്യവും അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷനും എല്ലാം കണ്ടിട്ട് മീഹോക്ക് ഇവനെ കൊല്ലാതെ വിടുകയാണ്. നീ എന്നെക്കാളും സ്ട്രോങ് ആവുന്ന നാൾ ഒന്നുകൂടി ഞാൻ നിനക്ക് ചലഞ്ചിന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മീഹോക്ക് സോറോനെ വെറുതെ വിടുകയാണ്. ഇത് നിസ്സംശയം പറയാം വൺ പീസിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് മൊമെന്റ്സ് തന്നെയാണ്. മീഹോക്കുമായിട്ട് ഫൈറ്റിന് ശേഷം സോറോ ഏറെക്കുറെ 90% ഡെറ്റായെന്ന് തന്നെ പറയാം. സോ ഈ ഒരു ടൈമിലേക്ക് ലൂഫി സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. ലൂഫിയോട് പറയുന്നുണ്ട്, മീഹോക്ക് ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നുമല്ല വന്നത്, അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു, ഞാൻ അവനോട് ഫൈറ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ ഏതായാലും തിരികെ പോകുന്നു പറയുന്നു. സോ ലൂഫി ആകട്ടെ ഡോൺ ക്രീഗിന്റെ ആ ഒരു സംഘത്തോട് പിന്നെ യുദ്ധം തുടരുകയാണ്. സോ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനിരിക്കെ നമ്മുടെ ഡോൺ ക്രീഗിന്റെ വെറും ഒരു വലത്തെ മാത്രമല്ലായിരുന്നു, ഗിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പൈറേറ്റ് തന്നെയായിരുന്നു. ക്രീഗിനോട് ഗിന്ന് പറയുന്നുണ്ട് സാഞ്ചിയെ ഞാൻ തന്നെ കൊന്നേക്കാമെന്ന്. സാഞ്ചിയെ കൊല്ലാൻ ഒരുമ്പിട്ടപ്പോഴേക്കും നമ്മുടെ ഗിന്നിന് അവന്റെ മനസാക്ഷി സമ്മതിച്ചില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഫുഡ് തന്ന ആളല്ലേ. സോ നമ്മുടെ സാഞ്ചിനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് ഗിന്ന് ക്രീഗിനോട് പറയുകയാണ്. ഇതേ തുടർന്ന് ക്രീഗിന് ദേഷ്യം വരികയും ക്രീഗ് സ്വന്തം ആയിട്ടുള്ള ക്രൂവിനോട് പോലും യുദ്ധം ചെയ്യുകയാണ്. ഈ ഒരു ടൈമിൽ ലൂഫി വേഴ്സസ് ഡോൺ ക്രീഗ് എന്ന് പറയുന്ന ഐക്കോണിക് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൂഫി അവന്റെ ഇതുവരെയുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് ആയിട്ടുള്ള ഗോമു ഗോബു നോ ബസൂക്ക എന്ന് പറയുന്ന ആ ഒരു അറ്റാക്ക് ഉപയോഗിച്ച് ക്രീഗിനെ ഫറത്തി അങ്ങ് വിടുകയാണ്. സോ ഈ ഒരു ഫൈറ്റ് അവിടെ വെച്ച് തീർന്നു. അവിടെ നിന്ന് നമ്മുടെ ഗിന്ന് ലൂഫിയോട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെയും കൂട്ടി ഗിന്ന് വേറെ സ്ഥലത്തോട് സെയിൽ ചെയ്യുകയാണ്. ഈ ഒരു ടൈമിൽ ലൂഫി ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു ക്രൂവിൽ കുക്കിന് ആവശ്യമുണ്ട്, സാഞ്ചി നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ എൻ്റെ കൂടെ പോരുന്നു എന്ന്. ആദ്യം റിഫ്യൂസ് ചെയ്തെങ്കിലും തൻ്റെ ഡ്രീംസിനെ പിന്തുടരണമെന്ന സെഫ് പറഞ്ഞ എല്ലാം ഓർത്തിട്ട് കൺക്ലൂഡിംഗ്ലി നമ്മുടെ സാഞ്ചി നമ്മുടെ ലൂഫിയുടെ ഒപ്പം ടീമിൽ ചേരുകയാണ്. ബാക്കിയുള്ള എല്ലാ ഷെഫിനോടും ഐ വിൽ ഫൈൻഡ് ദ ഓൾഡ് ബ്ലൂ സംഡേ എന്ന് പറയുന്ന ഒരു ഡയലോഗോട് കൂടിയാണ് സാഞ്ചി അവരോട് വിട വാങ്ങുന്നത്. ഈ ഒരു ടൈമിൽ സെഫിനോട് ചെയ്ത തന്നെ എല്ലാ കാര്യത്തിനും നന്ദി നമ്മുടെ സാഞ്ചി പറയുന്നുണ്ട്. ഇതോടുകൂടി ബറാത്തി ആർക്ക് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആർക്കെന്ന് പറയുന്നത് അർലോങ് പാർക്ക് ആർക്കാണ്, എപ്പിസോഡ് 31 മുതൽ 44 വരെ. സോ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ട ഒരു കാര്യം, നമ്മുടെ നാമി ഉണ്ടല്ലോ, നാമി ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഗോയിങ് മെറി എന്ന് പറയുന്ന അവരുടെ ഷിപ്പ് എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. സോ എന്നിരുന്നാലും നെക്സ്റ്റ് ആർക്കിൽ നാമിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബോയ്സ്, നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.